എറണാകുളം പൊന്നുരുന്നിയിൽ CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെ മർദ്ദനമേറ്റ ഗിരിത്ത് പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രിക്കും പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയതായും ഗിരിത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എനിക്ക് ജീവിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ജീവിക്കണം. അതിന് വേറെ ബുദ്ധിമുട്ടുകൾ ആരും ഉണ്ടാകരുത്. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. വാർഡ് മെമ്പർ ഉൾപ്പെടെ 8 പേർ ഉണ്ടായിരുന്ന അക്രമി സംഘത്തിൽ 2 പേർക്കെതിരെ മാത്രമാണ് കേസെടുത്തതെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നതായും ഗിരിത്തിന്റെ അഭിഭാഷകനും ചൂണ്ടിക്കാട്ടി. കൊച്ചി കോർപ്പറേഷനിലെ 48ാം ഡിവിഷനിൽ പരാതിക്കാരന് കുടിവെള്ളം കിട്ടുന്ന എന്ന പരാതി കൗൺസിലർ പറഞ്ഞിട്ടും 3 ആഴ്ചയ്ക്ക് ശേഷം പരിഹാരം ഉണ്ടാകാത്തതിൻ്റെ പേരിൽ ഡിവിഷൻ ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിച്ചില്ലെങ്കിൽ പരാതിക്കാരനെ കൈകാര്യം ചെയ്യുമെന്ന് CPM പ്രവർത്തകർ പറയുകയും അതിനുശേഷം 17/8/25 രാത്രിയോടുകൂടി പരാതിക്കാരനെ വിളിച്ചു വരുത്തി അതിക്രൂരമായി 8ഓളം വരുന്ന CPM പ്രവർത്തകർ മർദ്ദിക്കുകയുണ്ടായി. ഈ മർദ്ദിച്ച സംഭവം നടക്കുമ്പോൾ പരാതിക്കാരൻ തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും പോലീസ് വരികയും ആ സ്പോട്ടിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തു. ഈ മർദ്ദിച്ച 8 പേരും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനുണ്ടായിരുന്നു. 2 പേരെ മാത്രം അറസ്റ്റ് ചെയ്യുകയും ബാക്കി 6 പേരെയും സ്റ്റേഷനിൽ നിന്ന് പോകാൻ അനുവദിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനെ നിരന്തരമായി പാലാരിവട്ടം സ്റ്റേഷനിലെ ഒരു പോലീസുകാർ ഹറാസ് ചെയ്യുകയും പരാതി പിൻവലിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുകയാണ്. ആകെ ഒരു 2 പേരെ സംഭവ സ്ഥലത്ത് പാലാരിവട്ടം പോലീസുകാർ ആകെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ സംഭവ സ്ഥലത്ത് നിന്ന് 2 പേരെ പിടിച്ചിട്ടുണ്ട്. ബാക്കി 6 പേരുടെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടും ഇപ്പോഴും ഞാൻ വന്നവഴിക്ക് കാണാറുണ്ട്. അവർ നമ്മുടെ ഫ്രണ്ടിൽ കൂടി പോകുന്ന പ്രതികൾ ഇതുവരെ അവർ പിടിക്കാൻ പറ്റിയിട്ടില്ല. അവർ ഒളിവിലാണെന്ന് പറയണം. മൊബൈൽ ഓഫായി കഴിഞ്ഞാൽ അവർക്ക് പിടിക്കാനുള്ള ഒരു വഴിയില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് തന്നെ. വിവരങ്ങളുമായി ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, ഗുഡ് മോർണിംഗ്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വീണ്ടും പോലീസിനെതിരെ. ഇത്തവണ പൊന്നുരുന്നിയിൽ നിന്നാണ് ഒരു ആരോപണം വന്നിരിക്കുന്നത്. ഇതെപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? ഇതിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നൊരു പരാതി ഉണ്ടോ? ബിനിൽ, നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി പോലീസ് ഹരാസ്മെൻറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത എറണാകുളം പൊന്നുരുന്നിയിൽ നിന്ന് ഉള്ളത്. നമുക്ക് ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കുണ്ട്. ഒരു പക്ഷേ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാത്തത് ഒരു പക്ഷേ അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ആകാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ക്രൂരമായി ഈ യുവാവിനെ ഒരു കൂട്ടം സംഘം ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നടക്കം ചോരയൊലിച്ച ദൃശ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. ഏതായാലും ഈ വാർത്ത നമ്മൾ അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുഖേനയാണ്. ഈ അഭിഭാഷകൻ പോലീസ് കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും പരാതി എഴുതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഈ പരാതിയിൽ അദ്ദേഹം പറയുന്നത് 17/8/2025, അതായത് ഈ കഴിഞ്ഞ 17-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രാദേശികമായി കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ എന്തോ പോസ്റ്റ് ഇടുകയും വാട്സപ്പിൽ ചില മെസ്സേജുകൾ ഈ യുവാവ് ഇടുകയും അത് ഡിലീറ്റ് ചെയ്യണം എന്ന് വാർഡ് കൗൺസിലർ അടക്കമുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ചില അസാരസ്യങ്ങൾ അവിടെ ഉണ്ടായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഘം ചേർന്ന് കൂട്ടമായി തന്നെ മർദ്ദിച്ചത് എന്നാണ് യുവാവ് നമ്മളോട് വെളിപ്പെടുത്തുന്നത്. ഏതായാലും ഈ പരാതിയിൽ പറയുന്നത് കൃത്യമായി പോലീസിനെ ഈ രീതിയിൽ നമുക്കറിയാം, ഇപ്പോൾ ആ ദൃശ്യം സ്ക്രീനിൽ വന്നു. ഈ രീതിയിൽ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച ഈ യുവാവ് പാലാരിവട്ടം പോലീസിനെ അവിടെ നിന്ന് തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു. പോലീസ് എത്തി സംഭവ സ്ഥലത്ത് നിന്ന് 2 പേരെ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സംഘം ചേർന്ന് മർദ്ദിച്ചു. നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കാണാം, സംഘം ചേർന്നാണ് ഈ യുവാവിനെ മർദ്ദിക്കുന്നത്. ഇവരെ ആരെയും കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിലും ഈ കമ്മീഷണർക്ക് അയച്ച പരാതിയിലും യുവാവ് ആവശ്യപ്പെടുന്നത് കൃത്യമായ നടപടി സ്വീകരിക്കണം. സംഘം ചേർന്ന് മർദ്ദിച്ചു. അതോടൊപ്പം തന്നെ ഒരു മാരക ആയുധമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മാലയടക്കം നഷ്ടപ്പെട്ടതായി യുവാവ് പറയുന്നുണ്ട്. സ്വർണ്ണമാലയടക്കം നഷ്ടപ്പെട്ടു എന്നീ പരാതിയിൽ പറയുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന പരാതി കമ്മീഷണർക്ക് നൽകിയ പരാതിയാണ്. കൃത്യമായി ഏതായാലും നടപടി സ്വീകരിച്ചിട്ടില്ല. പോലീസ് ഈ CPM പ്രവർത്തകരാണ് ഇത്തരത്തിൽ മർദ്ദനത്തിന് പിന്നിൽ എന്നാണ് യുവാവിൻ്റെ ആരോപണം. ഏതായാലും ഒരു പേരും ഇതിൽ പറയുന്നുണ്ട്. ഈ CPMൻ്റെ പ്രവർത്തകരായ രഞ്ജനും
യുവാവിനും മറ്റു പ്രവർത്തകരും ചേർന്നാണ് ഈ രീതിയിൽ മർദ്ദിച്ചത് എന്ന് പറയുന്നു. പാലാരിവട്ടം പോലീസുമായി ചേർന്ന് ഒത്തുകളിച്ചാണ് ഈ കേസ് ഒതുക്കിയത്. പാലാരിവട്ടം പോലീസിന് കൃത്യമായി ഇതിൽ പങ്കുണ്ട്. ഈ കേസിൽ തനിക്ക് നീതി ലഭിച്ചിട്ടില്ല, തനിക്ക് നീതി ലഭിക്കണം എന്നൊരാവശ്യമാണ് ഈ ഗിരിത്ത് എന്ന യുവാവ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ പരാതിയുമായി മുന്നോട്ട് വരുന്നത്. തൻ്റെ ജീവനടക്കം ഭീഷണിയുണ്ട് എന്നും ഗിരിത്ത് പറയുന്നുണ്ട്. ശരി, ജീവനടക്കം ഭീഷണിയുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ ഗിരിത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഷബ്ന, നോക്കൂ, ഈ പോലീസിനെതിരെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ആരോപണങ്ങൾ, പരാതികളുടെ പ്രളയം ഉണ്ടാകുന്നതിനിടയിലാണല്ലോ നമ്മൾ ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത്. അഭിഭാഷകൻ വഴി നമ്മളിലേക്ക് ഈ വിഷയം എത്തിയിട്ടുള്ളത്. പോലീസ് ഇക്കാര്യത്തിൽ ഇതങ്ങ് കോംപ്രമൈസ് ചെയ്ത് കളയൂ, അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു സ്ഥിതി, അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്? ഈ യുവാവിൻ്റെ പരാതിയിൽ പറയുന്നത് ഈ യുവാവിനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു. കൃത്യമായി ഇയാൾ പറയുന്ന മൊഴികളല്ല പോലീസ് രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെത്തിയിരുന്നു പോലീസ്. ആശുപത്രിയിലെത്തുമ്പോഴും ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളല്ല ഈ മൊഴിയിൽ രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം ഈ കേസ് ഒത്തുതീർപ്പാക്കുന്ന ഒരു ശ്രമത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പോലീസുകാർ ആ രീതിയിലുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. 2 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. 8ഓളം പേരുണ്ടായിരുന്നു ഈ സംഘത്തിൽ തന്നെ, മർദ്ദിച്ച സംഘത്തിൽ എന്ന് പറയുന്നു. ഈ അവരുടെ കൃത്യമായി നമുക്കറിയാം നാട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായി പേരുകളടക്കം സൂചിപ്പിക്കുകയും ആ രീതിയിൽ പേരുകളടക്കം പോലീസിന് എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് യുവാവ് പറയുന്നുണ്ട്. പക്ഷേ മറ്റാർക്കെതിരെയും നടപടിയെടുക്കാതെ 2 പേർക്കെതിരെ കേസെടുത്ത് അവരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള കൂടുതൽ നടപടികളിലേക്ക് ഇത് പോകാതിരിക്കാൻ പോലീസ് തന്നെ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ പോലീസിനെതിരെ അടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഗിരിത്ത് എന്ന് പറയുന്ന യുവാവ് ഉന്നയിച്ചിരിക്കുന്നത്. പരാതി നൽകിയിട്ടുണ്ട് ഗിരിത്ത്. താങ്ക് യു. ഷബ്ന സിയാദാണ് ഈ വലിയ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.